വളരെ പെട്ടെന്ന് തന്നെ പോലീസിനെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ചോ ശ്രീ രാജു പി നായർ? അങ്ങയുടെ ജില്ല കൂടിയാണല്ലോ. ഞാൻ അതിലേക്ക് എത്താൻ മുമ്പായിട്ട് അദ്ദേഹം ഈ വന്ദേമാതരത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് ഈ ഗവർണറുടെ ഓഫീസിൽ നിന്ന് വേദിയിൽ മറ്റു വിശിഷ്ടാദികളൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വേണ്ടി ഞങ്ങളത് മാറ്റി, അപ്പോൾ വന്ദേമാതരം മാറ്റാമായിരുന്നില്ല എന്നാണ്. ഇങ്ങനെ പച്ചക്കള്ളം പറയരുത് ശ്രീ സുരേഷ് കുമാർ. ഞാൻ ആ ചടങ്ങിന്റെ ഒരുക്കങ്ങളിൽ പങ്കെടുത്തിരുന്ന ഒരാളാണ്. ഞാൻ അവിടെ നോക്കിയാലും മാറ്റാൻ ഞാൻ പറഞ്ഞു അവര് ഈ പറയാത്ത കാര്യം പറയുന്നത് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പറയാത്ത കാര്യം പറയരുത്. വന്ദേ മാതരം വന്ദേ മാതരത്തിന്റെ അംഗീകരിക്കപ്പെട്ട രണ്ട് സ്റ്റാൻസയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ശരി, പറയട്ടെ. പാടുന്നതേ അറിവില്ല എന്നുള്ളതാണ് പലതവണ ആവർത്തിച്ചത്. അദ്ദേഹം പറയട്ടെ. അല്ല, അവിടുത്തെ ഏറ്റവും ഉയർന്ന സുരക്ഷ ചുമതലയുള്ള പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും അതുപോലെ തന്നെ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെയും സെക്യൂരിറ്റി വിഷയം കൊണ്ടുകൊണ്ട് അവരെ താഴെ തിരുത്താൻ പറ്റില്ല എന്നുള്ളത് സുരക്ഷാ ഉദ്യോഗസ്ഥരെടുത്ത നിലപാടാണ്. അവർ താഴത്തിരുന്നാൽ അവർ ഒരു സാനിറ്റൈസിങ് ഏരിയ ഉണ്ട്. ആ ഏരിയ ഉണ്ടാക്കുന്ന അവിടെ നിന്ന് പിന്നെ 40 അടി പിന്നെയും മാറേണ്ടി വരും. അതുകൊണ്ട് അത്തരത്തിൽ കഴിയില്ല എന്നുള്ള നിലപാടെടുത്തപ്പോഴാണ് എന്നാൽ എല്ലാവരും മുകളിലിരിക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അല്ലാതെ ഞങ്ങൾ അവരുടെ പരിപാടികൾ മാറ്റിയതല്ല. സത്യപ്രതിജ്ഞാ ചടങ്ങ് മുഴുവൻ നടത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം ലോക് ഭവനാണ് എന്നുള്ളത് അറിയാത്തതല്ല. ഇത് വെറുതെ കള്ളം ഇതിനിടെ കൂടി കുത്തിക്കയറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇടതുപക്ഷത്തിൽ നിന്ന് മാറുന്നു എന്ന് പറഞ്ഞ് ഞാൻ മുതലക്കണ്ടി അദ്ദേഹം പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞപ്പോഴൊന്നും ഞാൻ മിണ്ടിയില്ല. സുരേഷ് കുമാർ കുറച്ചുകൂടി മാന്യമായിട്ട് കേൾക്കാൻ കൂടിയുള്ള സമയം പിന്നെ ഞാൻ ചോദിക്കുന്നത് അത് ചോദിച്ചു കഴിഞ്ഞതാണല്ലോ. ഇടതിൽ നിന്ന് അകന്നുപോയി എന്നുള്ളതിന് സമർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹം സൂചിപ്പിച്ചത് EMSന്റെ കാലവും മൂലം ഇങ്ങോട്ടേക്കാണ്. ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയന്റെ കാലത്തിൽ അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ ഉദാഹരണം ഇല്ലായിരുന്നു. മനസ്സിലല്ലേ? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. കഴിഞ്ഞ 10 വർഷക്കാലം ഇടതല്ലാതായി മാറിയ ഒരു CPM ആയിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് അതുകൊണ്ടാണ് കഴിഞ്ഞ 10 കാലത്തെ ഞങ്ങൾ ഇതാണ് ഇടത് ഞങ്ങൾ നടത്തിയതെന്ന് പറയാൻ സാധിക്കാത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിൽവർ ലൈൻ പദ്ധതി നിങ്ങളെ ഇടതല്ലാതാക്കിയത് ഒന്നാണ്. അലനും താഹയും അറസ്റ്റ് ചെയ്ത് ജയിലിട്ട് നിങ്ങൾ ഇടത് അല്ലാതെ ആക്കിയ ഒന്നാണ്. അതുപോലെ തന്നെ KSRTC ഉൾപ്പെടെയുള്ളവർക്ക് ശമ്പളം കൊടുക്കേണ്ടത് സർക്കാരിന്റെ ബാധ്യതയല്ല എന്നെടുത്ത നിലപാട് ഇടതല്ലാതെ ആക്കിയ നിലപാടാണ്. ആശാ വർക്കർമാരെ ചീത്ത വിളിച്ച് അപമാനിച്ചത് അവർക്ക് ഇടതല്ലാതാക്കിയതാണ്. ഞങ്ങൾ അവർക്ക് 21,000 കൊടുക്കാമെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഞങ്ങൾ അവരനുഭവിച്ച ദുരിതത്തിന്റെ 268 ദിവസം അവരുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റ് തലമുണ്ടലം ചെയ്ത് പോലും സമരം ചെയ്യേണ്ടി വരുന്ന ആ പാവപ്പെട്ട സഹോദരിമാർക്ക് പ്രതീക്ഷ കൊടുക്കാൻ, അവർക്ക് നൽകി അവരുടെ ആത്മാഭിമാനം തിരിച്ചു പിടിക്കാൻ ഞങ്ങൾ ആദ്യം അവർക്ക് 3,000 ആയിട്ട് കൂട്ടി എന്ന് ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ എന്നിട്ട് പറഞ്ഞു ഘട്ടം ഘട്ടമായി ഞങ്ങൾ കൂട്ടും. പെൻഷൻ 1,600 നിന്ന് 2,500 ആക്കുമെന്ന് 2021 വാഗ്ദാനം ചെയ്തിട്ട് അധികാരമൊഴിയുന്നതിന് 3 മാസം മുമ്പ് ആ പെൻഷൻ 2,000 ആക്കി ഉയർത്തിയ നിങ്ങളുടെ ജനവഞ്ചനയല്ല, മറിച്ച് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും എന്ന് ഉറപ്പ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം അതാണ്. സ്ത്രീകളുടെ സൗജന്യ യാത്രയെ സംബന്ധിച്ചുള്ള തീരുമാനം ഞങ്ങൾ എടുത്തത്. അതുകൊണ്ട് തന്നെയാണ് വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക വകുപ്പ് എന്നുള്ള ഞങ്ങളുടെ ഗ്യാരണ്ടി ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഞങ്ങൾ ചെയ്തത്. മറ്റുള്ളതിന് അല്പം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം ചെയ്യാൻ, അതും ഞങ്ങൾ ചെയ്യുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ജനങ്ങൾക്ക് പ്രതീക്ഷക്കൊത്ത് ഉയർന്നു വന്നൊരു ഗവൺമെന്റ് ആണെന്നുള്ളത് 2 ദിവസം കൊണ്ട് ആ സർക്കാരിന്റെ സമീപനത്തിൽ നിന്ന് തെളിയിച്ചാണ്. നിങ്ങൾ അകറ്റി നിർത്തിയ ജനങ്ങളെ മുഴുവൻ ഞങ്ങൾ ചേർത്തു പിടിക്കും. നിങ്ങൾ അടച്ച വാതിൽ, അവിടുത്തെ സമര കവാടം ഉൾപ്പെടെ ജനങ്ങളുടെ ശബ്ദം കേൾക്കുന്നതിന് ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി അടച്ച വാതിലുകൾ ഞങ്ങൾ തുറക്കും. ഞങ്ങൾ മാധ്യമങ്ങൾക്ക് അകത്തു കൊടുത്ത്
ഈ സർക്കാരിന്റെ തീരുമാനങ്ങൾ എന്താണെന്ന് അവരിലൂടെ ഞങ്ങൾ ജനങ്ങളോട് പറയും. ശരി, ശ്രീ രാജ്പിതാർ, ഇതിൽ കൂടി എനിക്ക് മറുപടി വേണം. ഈ മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കൽ, അങ്ങി പറഞ്ഞ 2 ദിവസം ഉണ്ടായ വലിയ തീരുമാനത്തിനൊപ്പം തന്നെ നിങ്ങളെ ശോഭ കെടുത്തുന്ന സംഭവമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അല്ല, പറയാം. മലയിടം തുരുത്തിനെ സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല ചാർജ് എടുക്കുന്ന അധികാരം ഏറ്റെടുത്തത് ഇന്നാണ്. അതിനുശേഷം മിനിറ്റുകൾക്കകം നടക്കുന്ന ഒരു സംഭവമാണ്. ആ സംഭവത്തിൽ അറിഞ്ഞപ്പോൾ തന്നെ മന്ത്രി ഇടപെട്ടു, അവിടെ നിന്ന് പിൻവലിപ്പിച്ചു. എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളത് കഴിഞ്ഞ കാലത്ത് ഗവൺമെന്റ് വെച്ച ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ എന്ന അന്വേഷണത്തോടെ കണ്ടുപിടിക്കേണ്ടി വരും. ഈ സർക്കാരിന്റെ ശോഭ കെടുത്താൻ വേണ്ടി CPM-ന്റെ ഗൂഢാലോചനയോട് കൂടി നിലവിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിലൊരു തെമ്മാടിത്തരം കാണിച്ചതാണോ എന്നുള്ളത് സർക്കാർ പരിശോധിക്കും. അധികാരം ഏറ്റെടുത്ത് മിനിറ്റുകൾക്കുള്ളിൽ നടന്ന സംഭവത്തിൽ ഫോണിലൂടെ വിളിച്ച് ആ പോലീസിനെ മുഴുവൻ അവിടെ നിന്ന് മാറ്റാൻ പറഞ്ഞതാണ് സർക്കാരിന്റെ. പക്ഷേ ശ്രീ രാജ്പിതാർ, സുപ്രീം കോടതി ഉത്തരവുണ്ട്. സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ ബലത്തിലാണ് അവിടെ അഭിഭാഷക കമ്മീഷൻ ഇവരെ അവിടെ നിന്നും ഒഴിപ്പിക്കാൻ വരുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് മറ്റൊരു വഴി, മറ്റൊരു ഇടം അവർക്ക് നൽകേണ്ടതുണ്ട്. സുപ്രീം കോടതി ഉത്തരവ് അനുസരിച്ചാണ് പോലീസ് എന്തുകൊണ്ട് പോലീസിനെ വിന്യസിക്കുന്നില്ല എന്ന ചോദ്യം കോടതി ചോദിച്ചിട്ടുണ്ട്. ശ്രീ രാജ്പി നായർ, അങ്ങ് മറ്റു കാര്യങ്ങൾ പരിശോധിച്ചോളൂ, പക്ഷേ പോലീസിനെ ഉപയോഗിച്ച് ചെയ്യണമെന്നൊരു കാര്യം കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. സ്മൃതി, അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞത് കോടതിക്ക് പുറത്ത് അതിനൊരു സെറ്റിൽമെന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും. കോടതിക്ക് പുറത്ത് സെറ്റിൽമെന്റ് ഉണ്ടാക്കി ആ വിഷയം പരിഹരിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. 10 വർഷമായിട്ട് കോടതിക്ക് പുറത്തൊരു സെറ്റിൽമെന്റ് നടത്താൻ CPM ശ്രമിച്ചിരുന്നില്ല, പിണറായി വിജയൻ ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷെ ഞങ്ങളുടെ സമീപനം അതായിരിക്കില്ല. അവരവിടെ നിന്ന് ഒരു കാരണവശാലും ഒഴിഞ്ഞു പോകാൻ ഉള്ള സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. Debate with Smriti Parathikkad.